നമ്മുടെ ഡ്രീം 11 ഒരുപാട് പേര് കളിച്ച് ഒരുപാട് പേരുടെ പൈസ ലോസ് ആവുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ കുറച്ച് കാലം ഈ ഒരു ഫീൽഡിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ IPL ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഓപ്പൺ ആയിട്ട് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ GL ആണെങ്കിൽ SL ആണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച രീതിക്കല്ല ടീമൊന്നും വർക്ക് ചെയ്യുന്നത്, പ്ലേയേഴ്സ് കളിക്കുന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിക്കായിരിക്കത്തില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് നമ്മുടെ ഡ്രീം 11 വേറെ കുറച്ച് വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു കോൺടെസ്റ്റൊക്കെ കളിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് പൈസ കൂടുതൽ ഏൺ ചെയ്യാൻ സാധിക്കും. അതും സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് കോൺടെസ്റ്റുകളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ഫിൽറ്റർ സെക്ഷനിൽ പോയതിന് ശേഷം ഇവിടെ നമുക്ക് 1 to 50 എടുക്കുക. ഓക്കെ, അതെടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കോൺടെസ്റ്റുകൾ വരും. ഇതിൽ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ഇവിടെ എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഫ്ലെക്സിബിളോട് കൊടുക്കുക കേട്ടോ. കാരണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഈസി ആക്സസിബിൾ ആവും. അപ്പോൾ നമുക്കിവിടെ 20 രൂപയുടെ ഒരു കോൺടെസ്റ്റ് കാണാൻ പറ്റുമല്ലോ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. 20 രൂപ കൊടുത്തതിന് 80 രൂപ കിട്ടും. ഓക്കെ, നിങ്ങളിപ്പോൾ നമ്മൾ 19 രൂപയുടെ കോൺടെസ്റ്റ് ഉണ്ട്, അതും നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി ആണ്, അതും അടിപൊളിയാണ്. ബട്ട് അതിനേക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതാണ്. ഇത് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന പോലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയാണ് മത്സരം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ LSG വേഴ്സസ് പഞ്ചാബ് തമ്മിലുള്ള മത്സരം നാളെയാണ്. സോ അപ്പോൾ ആ ഒരു മത്സരത്തിൽ ഞാനൊരു ടീം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 20 രൂപയുടെ കോൺടെസ്റ്റ് ഞാൻ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വരുന്ന പ്ലെയേഴ്സ് എൻ്റെ ഓപ്പോണൻ്റ് ആയിട്ടുള്ള ഈ ഒരു 1500 പേര് കുറച്ച് ഹാർഡ് കമ്മിയായിട്ടുള്ളവരായിരിക്കും. ആ ഒരു ലാസ്റ്റ് മിനിറ്റ് ജോയിൻ ചെയ്യുന്നതിനേക്കാട്ടിലും ഏറ്റവും കുറച്ച് ഹാർഡ് കമ്മിയായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തത്. നേരത്തെ ജോയിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ വിന്നിങ് പോസിബിലിറ്റീസ് കൂടുതൽ. ഇപ്പോൾ SL ആണെങ്കിലും ഏത് മാച്ചസ് ആണെങ്കിലും GL അല്ല SL ഏത് കോൺടെസ്റ്റ് ആണെങ്കിലും നേരത്തെ തന്നെ ജോയിൻ ചെയ്ത് വെക്കുന്നത് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ജോയിൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കോൺടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു 1500 പേര് കളിക്കുന്നതിൽ 315 പേർക്കും 80 രൂപ വെച്ച് കിട്ടും. അതായത് ഇപ്പം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മളൊരു GL കളിച്ചു. ഓക്കെ, 60 രൂപ, 59 60 രൂപ കൊടുത്തൊരു GL കളിച്ചു. ഈ 60 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 3 കോൺടെസ്റ്റ് ഇടാം. ഓക്കെ, 3 കോൺടെസ്റ്റ് ഇട്ടതിന് 3 എണ്ണം വിൻ ചെയ്ത് കഴിഞ്ഞാൽ 240 രൂപ കിട്ടും നിങ്ങൾക്ക്. ഈ 240 രൂപ ഈ 240 കിട്ടിയില്ല എന്നിരിക്കട്ടെ, 2 എണ്ണേ കിട്ടിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 160 രൂപ കിട്ടും. ഓക്കെ, പോട്ടെ, 1 കിട്ടിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 80 രൂപ കിട്ടും. നിങ്ങൾ എത്ര രൂപ ഇട്ട്? 60 രൂപ ഇട്ട് 20 രൂപ പ്രോഫിറ്റാണ്. 3 എണ്ണം കളിച്ചിട്ട് 1 എണ്ണം കളിച്ചാൽ കൂടെ നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഏകദേശം ഒരു 40-60 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഒരു കോൺടെസ്റ്റിന് 60 രൂപ പ്രോഫിറ്റ് കിട്ടും. അതേസമയം 19 രൂപയുടെ ഒരു മത്സരം കളിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏകദേശം 47 രൂപയാണ് കിട്ടുക. ഈ 47 രൂപയെ കിട്ടുള്ളൂ. അത് റിസ്ക്കും കൂടുതലാണ്. ബട്ട് അതേസമയം ഇവിടെ 60 രൂപയാണ് ഒറ്റയടിക്ക് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു കോൺടെസ്റ്റ്. അത് കൂടാതെ വേറെ ഒരു കോൺടെസ്റ്റ് കൂടിയുണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അത് ജസ്റ്റ് ഒന്ന് ഈ 51 to 100 ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഈ ഒരു 75 രൂപയുടെ ഈ ഒരു കോൺടെസ്റ്റ് ആണ്. ഈ 75 രൂപയുടെ കോൺടെസ്റ്റിൽ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 പേരാണ് കളിക്കുക. ഇതിൽ 21% വിന്നിങ് ആണ്. അപ് ടു 11 ടീം വരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 1 to 420, അതായത് 1ാം സ്ഥാനം തൊട്ട് 420 പേർക്ക് ഒരു 300 രൂപയാണ്. അതായത് വെറും 75 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 300 രൂപ കിട്ടും. 225 രൂപ ഒരൊറ്റ മത്സരത്തിൽ നിന്ന് ലാഭമാണ്. ഓക്കെ, അതേസമയം നിങ്ങൾ ഈ 20 into 300 75 കണക്കാക്കി കഴിഞ്ഞാൽ എത്രയാണ്? 1 2 3 ഒരു 5 രൂപ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 4 എണ്ണം ഇടാൻ പറ്റും. 4 എണ്ണം ഇട്ട് കഴിഞ്ഞാൽ 80 രൂപ. അപ്പോൾ 80 രൂപ വെച്ചിട്ട് നമുക്ക് 4 എണ്ണം വിന്നായി എന്ന് വെച്ച് കഴിഞ്ഞാൽ 320 രൂപ കിട്ടും. ഓക്കെ, അതേസമയം 4 എണ്ണം വിന്നായി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇറക്കിയ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം മാത്രം കിട്ടുന്നത് 240 ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ ഇട്ട പൈസ ഒരു 80 രൂപയാണ്. അപ്പോൾ 240 രൂപ കിട്ടും. അതേസമയം ഇവിടെ ഒരു 75 രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 300 മൈനസ് 75 225 240 225 ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. മറ്റേതാണ് കുറച്ചുകൂടെ വിന്നിങ് പോസിബിലിറ്റീസ് കൂടുതൽ. ബട്ട് എന്നാലും ഇതും ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഈസി ആയിട്ട് വിൻ ആവാൻ സാധിക്കും. നമുക്ക് അധികം കോംപ്ലിക്കേഷൻസ് ഇല്ല. ഒരുപാട് കോൺടെസ്റ്റ് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അധികം ടൈമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ 75 രൂപയുടെ കോൺടെസ്റ്റ് കളിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അതായത് സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ 75 രൂപയുടെ ഒരു 2 എണ്ണം നിങ്ങൾ ഇട്ടെന്ന് വെച്ചാൽ 150 രൂപ നിങ്ങൾ ചിലവ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 600 രൂപ 600 മൈനസ് 150 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 450 രൂപ അടുത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് മാത്രം കിട്ടും. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ അല്ലേ? അപ്പോൾ ഈ ഒരു കോൺടെസ്റ്റും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ 19 രൂപയുടെ ഒരു കോൺടെസ്റ്റ് ഉണ്ട്, അതും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ അറിവിലുള്ള ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള 2 കോൺടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 75 രൂപയുടെയും അതുപോലെ തന്നെ ഈ ഒരു 20 രൂപയുടെയാണ്. 20 രൂപയുടെ ഞാൻ പ്രിഫർ ചെയ്യത്തുള്ളൂ. 75 രൂപയുടെ പൈസ ഉള്ളവർക്ക് എന്തും ആവാമല്ലോ. ഓക്കെ, 20 രൂപയുടെ മാക്സിമം കളിച്ച് നിങ്ങൾ മാക്സിമം പൈസ ഉണ്ടാക്കാൻ
ശ്രമിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഒരു ടീം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടീം ക്രിയേറ്റ് ചെയ്താൽ മതി. അതായത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ അറിയത്തേ ഇല്ല, ഈ ഒരു മത്സരം എനിക്ക് അറിയത്തേ ഇല്ല, ബട്ട് ഞാൻ ഇവിടെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അത് ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എസ് യാദവ്, ഓക്കെ, കുഴപ്പമില്ല, 95% ആൾക്കാർ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നന്നായി കളിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ അപ്പോൾ അതുപോലെ തന്നെ മിഡിൽ ഓർഡറുമാണ്, ഇത് അവിടെ കണ്ടില്ലേ, മിഡിൽ ഓർഡറുമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവരെയൊക്കെ എനിക്ക് അറിയാം കേട്ടോ. പക്ഷേ എന്നാൽ ഈ ഒരു മത്സരമൊന്നും ഞാൻ ഇപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. എനിക്ക് ഈ പേരൊക്കെ നല്ല രീതിക്ക് ഓർമ്മയുണ്ട്, ആരൊക്കെ നന്നായി ബോൾ ചെയ്യും, ബാറ്റ് ചെയ്യും, മിഡിൽ ഓവർ ആരൊക്കെയാണ് ബാറ്റിംഗ് എന്നൊക്കെ എനിക്കറിയാം. ഓക്കെ, ഇപ്പം ഞാൻ ഏകദേശം ഈ ഒരു ഏറ്റവും സീൽഡ് സെലക്ഷൻ വൈസ് ഉള്ള ഏറ്റവും കൂടുതൽ പേരുടെ ആൾക്കാരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇനി ക്യാപ്റ്റൻ VC കൊടുക്കണം. ക്യാപ്റ്റൻസി ഏറ്റവും കൂടുതൽ പേര് കൊടുത്ത് ഇയാൾ തന്നെ കൊടുക്കാം. ഒരു ഓൾറൗണ്ടറാണ്, കിടിലം ബാറ്റിങ്ങും ആണ്, ചറപറ അടിയാണ് കേട്ടോ. ആ ക്യാപ്റ്റൻ നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ ഈ ഒരു എസ് യാദവും ഒരു മിഡിൽ ഓർഡർ ബാറ്റിങ്ങും വരും, 2 ഓവർ ബോളിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ബോറെ വേണമെങ്കിൽ ബോറെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് അധികം പേര് ചെയ്യാത്ത ഒരാളെ ചെയ്യാം. വേണമെങ്കിൽ അദ്ദേഹത്തെ ക്യാപ്റ്റൻ കൊടുത്ത് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ കൊടുക്കാം. അതായത് ചെറിയൊരു ഡിഫറൻസ് നമ്മൾ വരുത്തി, ആൾ മാറി. നമുക്കിത് ഇവിടെ കൊടുക്കാം. ഓക്കെ, ക്യാപ്റ്റൻ നമ്മൾ പറഞ്ഞ ആൾ തന്നെ, വൈസ് ക്യാപ്റ്റൻ നേരെ ഒരുപാട് പേര് ക്യാപ്റ്റൻ കൊടുത്ത ആളെയും, അങ്ങനെ ചെറിയൊരു ഡിഫറൻസ് ആണ് വരുത്തിയിട്ടുള്ളത്. നമ്മുടെ ടീം ഇവിടെ സെറ്റ് ചെയ്യുക. അതുപോലെ ചെറിയ ടിപ്സും ചെറിയ ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് 20 രൂപയുടെ കോൺടെസ്റ്റ് 80 രൂപ സുഖമായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾക്ക് അറിയാത്ത മത്സരം കൂടെ ഈസി ആയിട്ട് വിന്നാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ടീം സെറ്റ് ചെയ്തില്ല, അതുപോലെ ഒരു ടീം സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാത്ത ഏത് മാച്ച് കൊണ്ടുപോയിട്ടാലും നിങ്ങൾ മാച്ച് വിന്നാൻ പോയാൽ 20 കിട്ടിയ 80, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ലോസ് ഉള്ളവരാണെങ്കിൽ എല്ലാ മത്സരവും അങ്ങനെ ഈ ഒരു 20 രൂപ ഒരു കോൺടെസ്റ്റ് വെച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ലോസ് മാറും, അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പരിപാടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ ഫ്രണ്ട്സ്.